വീടുകൾ ഈ ഇഷ്ടിക ഉപയോഗിച്ച് കോർപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. രണ്ട് ആര്യരാജനും ഒപ്പം തന്നെ പ്രശാന്തും ഭരിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ചെയ്തിരുന്നതാണ് ഈ 25 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. അത് പക്ഷേ BJP അന്ന് എതിർത്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മേയർ പറഞ്ഞിരിക്കുന്നത് അതുതന്നെ തുടരും എന്നതിനാണ്. പക്ഷേ അതിൽ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. 3 ലക്ഷം രൂപയാകുമ്പോൾ ഇത് മാറ്റാനും മറ്റു ചിലവുകൾക്കും ഒക്കെയുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം കുറച്ചുകൂടി ഭംഗിയായി ആ കാര്യങ്ങൾ തുടരാം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത്രയധികം കൂടിപ്പോയാൽ രാത്രി 12 മണി വരെ എന്നാണ് നേരത്തെ അതുവരെ എല്ലാ സ്ഥലങ്ങളും, അതായത് എങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ മാറ്റുക എന്നൊരു വലിയ ടാസ്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു അത് പാളയത്തിലുള്ള സ്ഥലമാണ് എന്ന് തോന്നുന്നു. അവിടെ നിന്നുള്ള കാഴ്ചയായിരുന്നു കണ്ടത്. അവിടെ KSRTC ബസ്സുകൾ നിരവധിയായി നിൽക്കുന്നു. ആളുകൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ബസ്സുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അതെല്ലാം ഭക്തർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എത്തുകയും ഓരോ ഭാഗത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ബസ്സുകൾ അതിന് കൃത്യമായ ബോർഡ് വെച്ചുകൊണ്ടാണ് ഭക്തർ ആ ബോർഡിൽ നിന്ന് ബോർഡ് നോക്കി അവർക്ക് എങ്ങോട്ടാണ് പോകുന്നത് ആ ഭാഗത്തേക്ക് ബസ്സിൽ ചേർന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കാണുന്ന ദൃശ്യം ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നുള്ളതാണ്. നിവേദിക്കാൻ സാധിക്കുക. ആ നിവേദനത്തിന് ശേഷം ക്ഷേത്ര പരിസരം അതിന്റെ ശുചീകരിക്കും. കാരണം മറ്റു സ്ഥലങ്ങളുണ്ട്. രാത്രിയോടെ 8:15-ഓടെയാണ് കുട്ടികളുടെ സ്ഥലങ്ങളാണ് മനസ്സിലാക്കുന്നത്. അത് വലിയ ചടങ്ങാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച് വലിയ ചടങ്ങാണ്. ഇന്നത്തെ അവസാന ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആ പരിസരം മുഴുവൻ ക്ലീൻ ചെയ്തു. നേരത്തെ എത്ര പെട്ടെന്ന് അവസാനിക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ക്ലീനിങ് നടത്തുന്ന ആളുകൾ നമ്മളോട് നേരത്തെ നിർദ്ദേശിക്കുന്നത്. അതായത് വലിയൊരു അത്ഭുതം അവരെന്താണ് ആഗ്രഹിച്ചെത്തിയത് അത് എല്ലാവർക്കും വെള്ളം ചെയ്യിക്കാൻ സാധിക്കും. കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയധികം അടുപ്പുകൾ എന്ന് പറയുമ്പോൾ അത്ര ലക്ഷം കൂടുതൽ വന്നു തന്നെയാണ് കണക്കാക്കേണ്ടത്. അപ്പം നമുക്കറിയാം പതിമൂന്ന് ഇപ്പോൾ എല്ലാ വർഷവും എത്താവുന്ന നിരവധി മുഖങ്ങൾ ഓരോ പൊങ്കാലയും ഇപ്പോൾ നമ്മൾ എത്ര പൊങ്കാലകളാണോ കണ്ടിരിക്കുന്നത് അതിലെല്ലാം നമ്മൾ കണ്ട നിരവധി മുഖങ്ങളും ഇത്തവണയും ഉണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റികളാണെങ്കിലും സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ 40 വർഷം വരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് തുടക്കകാല